ജഗൻ ഓഫീസ് റൂമിലേക്ക് പോയതിനു പിന്നാലെ തന്നെ ജാൻവി ഫോണും എടുത്ത് ബെഡിലേക്ക് കയറിയിരുന്നു. പണ്ട് മുതലേ മനസ്സിൽ കയറിക്കൂടിയ ഒരു വലിയ ആഗ്രഹമാണ് കുളു മണാലിയിലേക്ക് ഒരു യാത്ര പോവുക എന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഫോണിൽ കൂടുതലും തിരഞ്ഞത് കുളു മണാലിയിലെ കാഴ്ചകളെക്കുറിച്ചായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ജഗൻ റൂമിലേക്ക് മടങ്ങി വരുമ്പോൾ കാണുന്നത് കട്ടിൽപ്പടിയിൽ ചാരി ഫോണിൽ നോക്കി കാര്യമായിട്ട് ആലോചനയിലിരിക്കുന്ന ജാൻവിയാണ്. എന്താണ് ഇത്ര ആലോചന? ഡെസ്റ്റിനേഷൻ കിട്ടിയോ? ജഗൻ ചോദിച്ചു. ജഗൻ, നമുക്ക് കുളുമണാലിക്ക് പോയാലോ? ജാൻവി ആവശ്യത്തോടെ അവനെ നോക്കി. ഒരു വേള ജഗൻ ജാൻവിയെ തന്നെ സൂക്ഷിച്ചു നോക്കി. 15 ദിവസം ഉണ്ടല്ലോ. ഞാൻ കരുതി ഞാൻ മറ്റേതെങ്കിലും സ്ഥലമായിരിക്കും തിരഞ്ഞെടുക്കാമെന്ന്. ജഗൻ ഇതിന്റെ ഡ്രീം ഡെസ്റ്റിനേഷനാണ്. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ പിന്നെ ജഗന് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അവൻ സന്തോഷത്തോടെ സമ്മതം മൂളി. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നാളെ തന്നെ നമുക്ക് യാത്ര തിരിക്കാം. അതിന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണ്ടേ? അതിനിപ്പോ എന്താ, ഇപ്പൊ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാലോ. അതും പറഞ്ഞ് ജഗൻ ഫോണും എടുത്ത് അവൾ കരിയിലേക്ക് വന്നിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ രണ്ടുപേർക്കും കുളു മണാലിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകൾ അവൻ ബുക്ക് ചെയ്തു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. പോകും മുമ്പ് ഇരുവരും വീട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞു. ജാൻവിക്ക് മിഥുവിനോട് പറയാനായിരുന്നു ആവേശം കൂടുതൽ. കാര്യം മിഥുവിനാണ് താനും ജഗനും ഒന്നായി കാണണമെന്ന് വളരെയേറെ ആഗ്രഹം. പെട്ടെന്ന് തന്നെ റെഡിയായി ഇരുവരും ഷോപ്പിങ്ങിന് പോകാൻ തയ്യാറായി. കുളു മണാലിയിലെ കഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കണം. മാളിലെ വിവിധ ഷോപ്പുകളിൽ കയറിയിറങ്ങി രണ്ടുപേരും അവരവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങി. ശേഷം പെട്ടികൾ പാക്ക് ചെയ്യൽ തുടങ്ങി. ജാൻവിക്ക് എല്ലാത്തിലും ഒരു പ്രത്യേക ഉത്സാഹമാണ്. മുൻപ് സ്വപ്നത്തിൽ മാത്രം കണ്ടിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ ഫോട്ടോകളിലും ഫോണിലും മാത്രം കണ്ടിട്ടുള്ള ആ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നതിന്റെ ആഹ്ലാദം അവളുടെ ഉള്ളിൽ അലതല്ലി. തിരുവനന്തപുരത്തു നിന്ന് ഡൽഹിയിലേക്കായിരുന്നു അവരുടെ ഫ്ലൈറ്റ്. ശേഷം ഡൽഹിയിൽ നിന്ന് കുളു മണാലിയിലെ ഫുന്ദർ എയർപോർട്ടിലേക്ക്. അവിടെ നിന്നും മണാലിയിലേക്ക് ഏകദേശം 50 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ ടാക്സിയൊക്കെ ഇരുവരും മുൻകൂട്ടി ബുക്ക് ചെയ്തു. ജാൻവിക്ക് തന്റെ എക്സൈറ്റ്മെന്റ് അടക്കി പിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഫുന്ദർ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ അവളുടെ മുഖത്ത് അവൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം പ്രകടമായിരുന്നു. പിന്നെ മുന്നോട്ടുള്ള ടാക്സി യാത്രയിലെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവൾ ആസ്വദിക്കുന്നത് പോലെ അവന് തോന്നി. ഹണിമൂൺ ഇൻ മണാലി ഹോട്ടലിലായിരുന്നു ജഗൻ റൂം എടുത്തത്. അത് ജാൻവിക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. താമസം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൾ പൂർണ്ണമായും ജഗന് വിട്ടുനല്ലി. ഹോട്ടലിന്റെ മുന്നിൽ ടാക്സി ചെന്നിറങ്ങുമ്പോൾ ജാൻവിയിൽ വീണ്ടും അത്ഭുതം നിറഞ്ഞു. അവളുടെ കണ്ണിലെ ഓരോ കുഞ്ഞു സന്തോഷങ്ങളും നോക്കിക്കാണുകയായിരുന്നു ജഗന്റെ പ്രധാന ജോലി. അവരകത്തേക്ക് ചെക്ക് ഇൻ ചെയ്തു. റൂം ബോയ് കാണിച്ചു കൊടുത്ത മുറിയിലേക്ക് അവർ രണ്ടാളും ഒരുമിച്ച് കയറി. റൂമിനുള്ളിലേക്ക് കയറിയതും ജാൻവി ജഗനെ ഇറുക്കിപ്പുണർന്നു. അവന്റെ അതരങ്ങൾ അവളുടെ നെറ്റിയിലേക്ക് പതിഞ്ഞു. ജാൻവി മെല്ലെ അവനിൽ നിന്ന് മാറി റൂമിന്റെ ഗ്ലാസ് വാളിന്റെ കർട്ടൻ നീക്കി. തൊട്ടു മുന്നിൽ കാണുന്ന ഒരു മനോഹരമായ മൗണ്ടൻ വ്യൂ ആണ്. മഞ്ഞു പുതച്ച മലനിരകൾ കണ്ടപ്പോൾ ജാൻവിയുടെ മനസ്സ് നിറഞ്ഞ് കവിഞ്ഞൊഴുകി. അത്രമേൽ സന്തോഷം അവൾക്ക് അനുഭവപ്പെട്ടു. അടക്കി പിടിക്കാനാവാത്ത സന്തോഷത്തിൽ വിളിച്ചു കൂവി തന്റെ ഉള്ളിലെ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ കഴിയുന്ന അത്രയും എക്സൈറ്റഡ് ആയിരുന്നു അവൾ. ഏറെ നേരം അവൾ ആ ഗ്ലാസ് വാളിൽ കൈ ചേർത്ത് മലനിരകളുടെ ഭംഗി ആസ്വദിച്ച് അങ്ങനെ നിന്നു. പെട്ടെന്നാണ് പിന്നിലൂടി വന്ന് രണ്ട് കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു മുറുക്കിയത്. ജഗൻ മെല്ലെ തന്റെ താടി അവളുടെ തോളിലേക്ക് മുട്ടിച്ചു. ആ കാതിലേക്ക് മെല്ലെ ചോദിച്ചു, ഇഷ്ടമായോന്ന്. മുന്നിൽ കാണുന്ന മലനിരകളിൽ നിന്ന് കണ്ണു മാറ്റാതെ തന്നെ അവൾ പറഞ്ഞു, ഒരുപാട് ഇഷ്ടമായി. ജഗന്റെ അതിരങ്ങൾ അവളുടെ കവിളിലേക്ക് പതിഞ്ഞതും അവൾ തിരിഞ്ഞു വന്ന് അവനെ ഇറുക്കിപ്പുണർന്നു. ശേഷം അവന്റെ കഴുത്തിനരികിലേക്ക് മുഖം പൂഴ്ത്തി. കുറച്ചു നേരം അവർ അങ്ങനെ തന്നെ നിന്നു. ഹോട്ടലിലെ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു പറഞ്ഞത് പ്രകാരം ഭക്ഷണം അവർ റൂമിലേക്ക് എത്തിച്ചിരുന്നു. ഇരുവരും ചേർന്ന് ഭക്ഷണം കഴിച്ച ശേഷം നേരെ സ്ഥലങ്ങൾ കാണാനിറങ്ങി. ഇനി വരാൻ പോകുന്ന തങ്ങളുടെ 7 ദിവസങ്ങൾ മണാലിയിൽ തന്നെ ആയതുകൊണ്ട് ഇരുവരും ആ ദിവസങ്ങളിലേക്ക് മാത്രമായി ഒരു ടാക്സി മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. അവർ രണ്ടുപേരും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള കമ്പിളി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഡ്രൈവർ അവരെയും കാത്ത് ഹോട്ടലിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ജാൻവിയോട് ജഗൻ ചോദിച്ചതാണ്, നാളെ മുതൽ നമുക്ക് കറങ്ങാൻ പോയാൽ പോരെയെന്ന്. അപ്പൊ ജാൻവിക്കാണെങ്കിൽ വെറുതെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാൻ മോഹം. ഒരുപാട് ദൂരത്തൊന്നുമല്ല,
ജസ്റ്റ് ഇതിലൂടെയൊക്കെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചു. ജഗൻ അപ്പം തന്നെ സമ്മതിക്കുകയും ചെയ്തു. കാരണം അവന് യാത്ര ചെയ്യാനൊന്നും മടുപ്പില്ല. പിന്നെ ജാൻവി ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് വന്നതുകൊണ്ട് അവൾക്ക് ക്ഷീണമാകുമല്ലോ എന്ന് കരുതിയാണ് അവനങ്ങനെ പറഞ്ഞത്. ഇരുവരും ടാക്സിയിലേക്ക് കയറി. ഡ്രൈവർ അവരെ നേരെ കൊണ്ടുപോയത് ഓൾഡ് മണാലിയിലേക്കാണ്. തിരക്കുകളിൽ നിന്നും മാറി പൈൻ മരങ്ങളും ആപ്പിൾ തോട്ടങ്ങളും നിറഞ്ഞ അതിമനോഹരമായ സ്ഥലമായിരുന്നു അത്. അവിടുത്തെ മാർക്കറ്റിലൂടെ ജഗനും ജാൻവിയും കൈകോർത്ത് മുന്നോട്ട് നടന്നു. മനസ്സിൽ മറ്റു ടെൻഷനുകളോ ചിന്തകളോ ഒന്നും തന്നെയില്ലാതെ ഇരുവരും വളരെ സ്വസ്ഥമായി ചുറ്റിലുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോയി. അല്പദൂരം നടന്നപ്പോൾ തന്നെ ജാൻവി നന്നായി തളർന്നു. അത് മനസ്സിലാക്കിയ ജഗൻ അവളെ കൈകളിൽ കോരിയെടുത്ത് മുന്നോട്ട് നടന്നു. തങ്ങളെ ആരും അനാവശ്യമായി ശ്രദ്ധിക്കുന്നില്ലെന്ന് അവർക്ക് സന്തോഷം പകരുന്ന മറ്റൊരു കാര്യമായിരുന്നു. അവിടെയുള്ളവരെല്ലാം അവരവരുടെ കാര്യങ്ങളിലും ജോലികളിലും വ്യാപൃതരാണ്. മാത്രമല്ല അവരെപ്പോലെ തന്നെ മറ്റനേകം പ്രണയ ജോഡികൾ അതുവഴി കൈകോർത്ത് പിടിച്ചും വിശേഷങ്ങൾ പറഞ്ഞും നടന്നകലുന്നുണ്ടായിരുന്നു. അടുത്തതായി ഡ്രൈവർ അവരെ നേരെ കൊണ്ടുപോയത് വനവിഹാർ നാഷണൽ പാർക്കിലേക്കാണ്. ആകാശം മുട്ടെ വളർന്ന് പൊന്തി നിൽക്കുന്ന ദേവദാരു മരങ്ങൾക്കിടയിലൂടെ കൈകോർത്തുകൊണ്ട് അവർ നടന്നു. ഏതൊക്കെയോ സിനിമകളിൽ കണ്ടിട്ടുള്ള പാട്ടുരംഗങ്ങളെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു ആ യാത്ര. പരസ്പരം ഒന്നും മിണ്ടാതെ തങ്ങളുടെ മുഴുവൻ വികാരങ്ങളും കോർത്തുപിടിച്ച് കൈക്കുള്ളിൽ ഒതുക്കിയുള്ള ഒരു മനോഹരമായ നടത്തം. അതിനോടകം തന്നെ ഒരുപാട് നല്ല ഫോട്ടോകൾ ഇരുവരും മൊബൈലിൽ പകർത്തി. മുന്നോട്ടുള്ള തങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ ഓർമ്മകളായി സൂക്ഷിക്കുവാൻ കഴിയുന്ന കുറേയേറെ ചിത്രങ്ങൾ അവർക്ക് ലഭിച്ചു. വൈകുന്നേരം ഏകദേശം 6 മണിയോട് അടുത്തപ്പോൾ തന്നെ അവർ തിരികെ ഹോട്ടലിലേക്ക് എത്തി. ജാൻവി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ഷീണിച്ചു. ഹോട്ടലിൽ വന്ന് ചെറു ചൂടുവെള്ളത്തിൽ ഒരു കുളിയും പാസാക്കി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് അവൾക്കൊന്ന് ആശ്വാസമായത്. മുന്നിൽ തെളിഞ്ഞു കാണുന്ന മഞ്ഞു മലനിരകളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ജാൻവി. ബാൽക്കണി റെയിലിങ്ങിൽ കൈചേർത്ത് അവൾക്കരികിൽ തന്നെ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ജഗനുമുണ്ട്. അവൾ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ജഗന്റെ അരികിലേക്ക് വന്ന് നിന്നു. ശേഷം ഇരു കൈകൾ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. ഓക്കെ അല്ലേ? ജഗൻ അവളോട് ചോദിച്ചുകൊണ്ട് നെറുകയിൽ അമർത്തിമുത്തി. അവൾ മറുപടിയായി തലകുലുക്കി. ശേഷം അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് തൊട്ടു മുന്നിൽ കാണുന്ന മലനിരകളിലേക്ക് തന്നെ വീണ്ടും നോക്കി. എന്തു ഭംഗിയാണ് ജഗൻ ഈ കാഴ്ചകൾ കാണാൻ. ഓരോ പ്രാവശ്യവും കണ്ണു ചിമ്മി തുറക്കുമ്പോൾ ഒരു പുതിയ കാഴ്ച പോലെ തോന്നും. അവൾ വാചാലയായി. പുറത്തു നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നപ്പോൾ താഴേക്ക് പൊഴിഞ്ഞു വീഴുന്ന മഞ്ഞിൻ കണങ്ങൾക്കിടയിലൂടെ ആ വലിയ മലനിരകൾ നോക്കിക്കാണുന്നത് ജാൻവിക്ക് കൗതുകമേറി. അവൾ ഏറെ നേരം അതേ സ്ഥലത്തേക്ക് തന്നെ ദൃഷ്ടിയുറപ്പിച്ച് ഒരേ ഇരിപ്പിരുന്നു. ജഗമെല്ലെ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് കാതിൽ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, നമുക്ക് കിടക്കേണ്ടേ? ജാൻവിയുടെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി വന്നെത്തി. ജഗനത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവളുടെ മറുപടിക്കായി ഒട്ടും കാത്തു നിൽക്കാതെ അവൻ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് മുറിക്കുള്ളിലേക്ക് നടന്നു. പോകുന്ന വഴി ബാൽക്കണിയിലേക്കുള്ള ഡോറടയ്ക്കാനും ജഗൻ മറന്നില്ല. റൂമിലെ വലിയ ഗ്ലാസ് വാളിനപ്പുറം മഞ്ഞിൻ കണങ്ങൾ താഴേക്ക് പൊഴിഞ്ഞു വീഴുന്ന അതിമനോഹരമായ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് തന്നെ ജഗൻ ജാൻവിയെ കട്ടിലേക്ക് കിടത്തി. പിന്നെ മെല്ലെ അവൾക്കരികിലേക്ക് അവൻ ചേർന്ന് കിടന്നു. എന്തോ ജഗന്റെ ആ പ്രണയം നിറഞ്ഞ നോട്ടത്തെ നേരിടാൻ ജാൻവിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂട്ടിക്കളഞ്ഞു. മുറിയിലെ ഹീറ്റർ ഓണാക്കി അവിടെ ആവരണങ്ങളൊന്നായി അഴിച്ചു മാറ്റാൻ തുടങ്ങി ജഗൻ. ജഗൻ പ്ലീസ്, ജാൻവിയുടെ സ്വരം ഇടറി. പക്ഷേ ആ വാക്കുകളിൽ തടയാനുള്ള ആഗ്രഹത്തേക്കാൾ ഏറെ അവനിലേക്ക് അലിഞ്ഞു ചേരുവാനുള്ള വെമ്പലായിരുന്നു മുന്നിട്ട് നിന്നത്. ജഗൻ അവളെ ഒന്നുകൂടി അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവന്റെ നെഞ്ചിലെ ചൂട് അവളുടെ തണുത്ത കവിളുകളെ പൊതിഞ്ഞു. പതുക്കെ അവളെ കട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ അവളുടെ മുഖം തന്റെ ഇരു കൈകളിലും കോരിയെടുത്തു. കണ്ണുകളിലെ പേടി മാറ്റാൻ എന്നോണം അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. അവൾ പതിയെ മിഴികൾ തുറന്നു. ഇഷ്ടമല്ലേ ജാനി? അവൻ ജാനിയുടെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരുപാട് ഇഷ്ടമാണ്, ജാൻവി മെല്ലെ പറഞ്ഞു. ഒപ്പം അവന്റെ കവിളിലേക്ക് കൈ ചേർത്ത് വെച്ചു. പ്രണയമില്ലേ? ജഗൻ വീണ്ടും ചോദിച്ചപ്പോ ജാൻവി നാണത്തോടെ അവനെ നോക്കി. പക്ഷെ മറുപടി പറഞ്ഞില്ല. കുറച്ചു സമയം അവരിരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. അവരുടെ കണ്ണുകൾ എന്തൊക്കെയോ കഥകൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. അവന്റെ ആ നോട്ടത്തിൽ
ജാൻവിയുടെ ഹൃദയം പിടച്ചു തുള്ളി. മെല്ലെ അവളെ കോരിയെടുത്ത് അവൻ ബെഡിലേക്കിരുന്നു. ശേഷം അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നെറ്റിയിൽ വീണ്ടും മൃദുവായി ചുംബിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് തന്നെ കിടത്തി. അവൾക്ക് മുകളിൽ കൈകൾ കുത്തി നിന്നുകൊണ്ടവൻ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൾ നാണത്തോടെ മുഖം താഴ്ത്തിക്കളഞ്ഞു. അവൾക്കൊപ്പം മുഖം താഴ്ത്തിയവൻ അവളുടെ അതിരങ്ങളിലേക്ക് ഒരു നേർത്ത ചുംബനം നൽകി. ജാനി. കാതിനരികിൽ ജഗന്റെ ശബ്ദം മുഴങ്ങി. അവന്റെ വിരലുകൾ അവളുടെ വിരലുകളിൽ മുറുകി. ഒന്ന് കിതപ്പോടെ ശ്വാസം എടുത്ത് ജാൻവി. സ്വന്തമാക്കട്ടെ ഞാനത് ജാനിപ്പെണ്ണിനെ. ജഗന്റെ സ്വരം അത്രയേറെ മാർദ്ദവത്തോടെ കാതിൽ പതിഞ്ഞതും ജാൻവി സമ്മതത്തോടെ അവളുടെ മിഴികളൊന്ന് ചിമ്മി അടച്ചു. ശേഷം മെല്ലെ കണ്ണു തുറന്നു പ്രിയപ്പെട്ടവന്റെ മിഴികളിലേക്ക് നോക്കി. തനിക്ക് വേണ്ടി നിറഞ്ഞു നിൽക്കുന്ന പ്രണയം അവൾ അവിടെ കണ്ടു. ഒരു വേള അവളുടെ മനസ്സിലൂടെ കടന്നുപോയത് തങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ ഒന്നാകാനിടയായ ആ വലിയ സാഹചര്യമാണ്. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ടവൻ ആ പഴയ ഓർമ്മകളെല്ലാം പൂർണ്ണമായി മറവിക്ക് വിട്ടുകൊടുക്കുവാൻ ശ്രമിച്ചു. അവൻ അവളുടെ പവിഴാതരങ്ങളിൽ തന്റെ പ്രണയമുദ്ര വെച്ചു.